ചിത്രം നിരീക്ഷിക്കൂ. ഒരു വെള്ളരിയുടെ നെടുകെയുള്ള ഛേദമാണ് ഇത്. വെള്ളരിയുടെ പൂവിനെ കുറിച്ച് എന്തെല്ലാം നിഗമനങ്ങൾ രൂപീകരിക്കാം? വെള്ളരിയുടെ പൂവിനെ കുറിച്ച് എന്തൊക്കെ നിഗമനങ്ങളിലെത്താം? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. വെള്ളരിയുടെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ലഭിക്കുന്നത്. പിന്നെയോ, ഒരു പൂവിലെ അണ്ഡാശയത്തിൽ ഒന്നിലധികം ഓവികൾ ഉണ്ടായിരിക്കും. അത് വെള്ളരിയുടെ പ്രത്യേകതയാണ്. ഒരു പൂവിലെ അണ്ഡാശയത്തിൽ ഒന്നിലധികം ഓവികൾ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ. വെള്ളരിയുടെ എല്ലാ പൂക്കളും ഫലമായി മാറുന്നുണ്ടോ? എന്തുകൊണ്ട്? മാറുന്നുണ്ടോ? ഇല്ല. കാരണം വെള്ളരിയിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. എന്തുകൊണ്ടാണ്? വെള്ളരിയിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. പെൺപൂക്കൾ മാത്രമാണ് ഫലമായി മാറുന്നത്. അല്ലെ, ആൺപൂക്കൾ കൊഴിഞ്ഞു പോകും. പെൺപൂക്കൾ മാത്രമാണ് ഫലമായിട്ട് മാറുന്നത്. അടുത്തത്, ഇതേ പ്രത്യേകതയുള്ള മറ്റു രണ്ട്